ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ച് താൻ ദളിത് വിവേചനം നേരിട്ടുവെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ പറഞ്ഞു. താൻ പങ്കെടുത്ത റാലി നടന്ന മൈതാനത്ത് ശ്രീരാമസേന ശുദ്ധികലശം നടത്തിയതും മല്ലികാർജ്ജുൻ ഖാർഗെ സഭയിൽ ഉന്നയിച്ചു. നടപടിയിൽ ബിജെപിക്ക് ഒരു പങ്കുമില്ല എന്ന് JP നഡ്ഡ വിശദീകരിച്ചു. पब्लिक स्पीच में रामलीला मैदान में रामलीला स्टेज पर भाषण किया और लाखों लोग वहां पर थे, लेकिन मेरे स्पीच होने के बाद कल वो लोग बीजेपी के लोग सब मिलके हवन करके उस स्टेज का शुद्धिकरण करने का काम किए. This is the way in democracy. How you are protecting the constitution? माननीय खरगे जी ने कहा है, ये सच में बहुत ही दुखदायी विषय है और ये दुखदायी सिर्फ कांग्रेस पार्टी के लिए नहीं, ये दुखदायी हम सब के लिए है. क्योंकि खरगे साहब ने कहा कि बीजेपी के लोग थे. बीजेपी डज नॉट सब्सक्राइब टू सच एक्टिविटीज, नेवर. लेकिन आपकी भावनाओं को जो ठेस पहुंची है वो सच में हम सब के लिए खेद का विषय है. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ഖനി ധാതു വിപുലീകരണ നിയന്ത്രണ ബിൽ രാജ്യസഭ പാസാക്കി. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ലോക്സഭയിലെത്തിയ അമിത്ഷാ രാജ്യസഭയിൽ വന്നിട്ടുമില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. നൊബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നൊബൽ, ഇപ്പോൾ വർഷകാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഈ അവസാന ദിവസം ഖർഗെയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. അതിൽ കേന്ദ്ര സർക്കാർ നഡ്ഡയാണ് മറുപടി പറഞ്ഞത്. എന്ത് മറുപടിയാണ് നൽകിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ ഖനനവുമായി ബന്ധപ്പെട്ട പുതിയ ബിൽ പാസ്സാക്കുമ്പോൾ അതിൽ സംസ്ഥാനവും അതിൽ പ്രതിഷേധം പറയുകയാണ്. അത് പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന രൂപത്തിലേക്ക് അത് മാറുന്നു എന്നുള്ള ആശങ്കയും നിലനിൽക്കുകയാണ്. എന്താണ് അക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം വരുന്നത് കേന്ദ്രത്തിൽ നിന്ന്? സ്മൃതി, വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസവും രാജ്യസഭ പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നിപ്പോൾ ആദ്യം സംസാരിക്കുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിൽ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് വ്യക്തമാക്കിയത്. പ്രധാനമായും അവിടെ രാംലീല മൈതാനത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു റാലി ഉണ്ടായിരുന്നു. റാലിക്ക് പിന്നാലെ BJP പ്രവർത്തകർ അവിടെ ശുദ്ധികലശം നടത്തി എന്തായിരുന്നു അമിത്ഷാ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമായും താൻ ദളിതനാണെന്ന് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. BJPക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലേ, ഇതാണോ ജനാധിപത്യം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശനമായി ഉന്നയിച്ച് വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായി. BJP മാപ്പ് പറയണം എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു. പിന്നാലെ JP നദ്ദയാണ് ഇതിന് മറുപടി നൽകിയത്. ഈ ആരോപണങ്ങൾ എന്താണെങ്കിലും JP നദ്ദ തള്ളിയിട്ടുണ്ട്. ദുഃഖകരമായ സാഹചര്യം എന്നാണ് നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. BJPക്ക് വിഷയവുമായി ഒരു ബന്ധവുമില്ല, അതോടൊപ്പം തന്നെ ഒരു പങ്കുമില്ല, ഇത്തരം നടപടികളെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. പക്ഷേ പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. വലിയ പ്രതിഷേധം അതിന് പിന്നാലെ ഉണ്ടാവുകയാണ് ചെയ്തത്. എന്താണെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ബില്ല് പാസ്സാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ് ഇന്നിപ്പോൾ. ഖനി ധാതു വിപുലീകരണ നിയന്ത്രണ ഭേദഗതി ബില്ലാണ് രാജ്യസഭ പാസ്സാക്കിയത്. ആ ബില്ലിൽ ചർച്ചയ്ക്കിടയിൽ വലിയ വിമർശനം ഈ ബില്ലിന് എതിരെ ഉയരുകയും ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ താല്പര്യത്തിനപ്പുറം പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയ്ക്ക് അടക്കം ഈ ധാതു ഖനനം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുന്നതാണ് ബില്ല് എന്ന് സഞ്ജയ് സിംഗ് MP അടക്കമുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി. മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് V ശിവദാസനാണ് ബില്ലിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത്. പക്ഷേ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിൽ എത്താത്തതിനെ ചോദ്യം ചെയ്തതോടെ ബില്ലിന് പുറത്തുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭാധ്യക്ഷൻ ചെയർമാൻ ഈ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണെങ്കിലും വലിയ വിമർശനമാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബില്ല് രാജ്യസഭ പാസ്സാക്കി. ഇപ്പോൾ രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാവിലെ ലോക്സഭയിലാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് എതിരായ പ്രതിഷേധം അടക്കമുള്ള വിഷയങ്ങൾ ഒരു മറുപടിയും ഇന്ന് ഉണ്ടാകാതെയാണ് ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് വന്ദേമാതരം ആലപിച്ചുകൊണ്ട് പിരിഞ്ഞിരിക്കുന്നത്. എന്നാലും വർഷകാല സമ്മേളനം എന്ന് പറയുന്നത് ഒരു പ്രതിഷേധങ്ങളുടെ സമ്മേളനമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം 20-ാം തീയതി ആരംഭിച്ച കഴിഞ്ഞ മാസം 20-നാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ഇന്ന് വരെ എല്ലാ ദിവസവും വലിയ പ്രതിഷേധ സഭകൾ ഉണ്ടായി. ഇരു സഭകളും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഉണ്ടായി. പല ഘട്ടങ്ങളിലും സഭാ നടപടികൾ പൂർണ്ണമായി തടസ്സപ്പെടുന്നതാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഇന്നല്ലാതെ സഭയിൽ ഒരു ദിവസം പോലും എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. അത്തരത്തിൽ വളരെ സവിശേഷമായ വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു ഇത്തരത്തിൽ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ച പ്രതിഷേധങ്ങൾ നടത്തിയ ഒരു സമ്മേളന കാലമാണ് എന്തായാലും പൂർത്തിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനമാണ്. അതുവരെ സഭ എന്താണെങ്കിലും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ അവസാന ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി ആളിക്കത്തുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ ലോക്സഭാ സ്പീക്കർ ഇന്നിപ്പോൾ സഭാ സമ്മേളനം അവസാനിച്ചപ്പോൾ
ലോക്സഭാ സ്പീക്കർ ഒരു ചായ സൽക്കാരം വെച്ചിരുന്നു. ആ ചായ സൽക്കാരത്തിലേക്ക് പ്രതിപക്ഷ എംപിമാർ പോയില്ല എന്ന് എടുത്തു പറയണം. ആകെ DMK-യിൽ നിന്ന് കനിമൊഴി മാത്രമാണ് ആ ചായ സൽക്കാരത്തിന് പങ്കെടുത്ത് പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളുടെ അമർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ചായ സൽക്കാരവും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നത്. ശരി, പ്രതിപക്ഷത്തെ അവഗണിച്ചിരിക്കുന്ന ഒരു സമ്മേളന കാലമാണ് അവസാനിച്ചിരിക്കുന്നത്. വർഷകാല സമ്മേളനം അവസാനിക്കുമ്പോൾ അവസാന ദിവസമാണ് അമിത്ഷായും പ്രധാനമന്ത്രിയും സഭയിലെത്തിയത്. വന്ദേമാതരം പാടി ലോക്സഭ പിരിയുകയാണ്. ഇപ്പോൾ രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്.